ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ജാനുവരി 2 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. എൻ്റെ അനേക്കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, കുട്ടികൾക്ക് ചെറിയൊരു സെലിബ്രേഷൻ അത് വേണമല്ലോ, വർഷത്തിലൊരിക്കലും വരുന്നതല്ലേ. അപ്പോൾ അവളെ എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ നല്ല സൂപ്പറായി ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ നാട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ബർത്ത്ഡേ ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവളുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചു. ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രണ്ട്സും ഒക്കെ എത്തി. അപ്പോൾ അവൾ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അവൾ തന്നെ ബ്ലൂവും ഗോൾഡൻ തീംസും ഒക്കെ എടുത്തത്. പിന്നെ കേക്കും ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു, പാരൻസ് എല്ലാം വീഡിയോ കോളിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവരും കണ്ടു. അങ്ങനെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ. ഇനി എല്ലാവരും വെയിറ്റിങ്. അവരെന്താ വരുന്നത്, അവർക്ക് കളിക്കണം. അപ്പോൾ അവരെല്ലാവരും കേക്കും എല്ലാം കുറച്ച് കഴിച്ച് അവൾക്ക് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. അവൾ ഒരു റിട്ടേൺ ഗിഫ്റ്റൊക്കെ പോലെ കൊടുത്തു. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ അതൊക്കെയല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലൊരു ബർത്ത്ഡേ പാർട്ടി. അനയുടെ സന്തോഷമാണല്ലോ വലുത്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇളയാൾ താഴെയൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ അത് വിട്ടുപോയി. പിന്നെ അവരിതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കളിക്കാൻ തുടങ്ങി. അവരെങ്ങനെ കസേര എളിയൊക്കെ കളിക്കുക കേട്ടോ. കസേര എളിയും ബലൂണെല്ലാം വെച്ച് കളിക്കും. നല്ല രസമായിരുന്നു കേട്ടോ. ഈ വെക്കേഷനൊക്കെ അല്ലേ, അപ്പം അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ. അപ്പം ആ ദിവസം അവർ നല്ല കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. പിന്നെ എൻ്റെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പം ഞാനും അവരുമായിട്ടിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. വന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സും. പിന്നെ ഞങ്ങളെന്താ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.